വിഷു ആഘോഷങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് നാടും നഗരവുമെല്ലാം. തലസ്ഥാനത്തും അതിന്റെ തിരക്കുകളാണ്. വിഷുക്കണി ഒരുക്കാനുള്ള വിഭവങ്ങൾക്ക് വേണ്ടി നഗരത്തിന്റെ മുക്കിലും മൂലയിലും ആവശ്യക്കാർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ തെരുവിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിഷു പുലരിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ മലയാളികൾ വിഷുവിനെ വരവേൽക്കാനുള്ള വലിയ ഒരുക്കത്തിലാണ്. പണ്ട് സ്വന്തം നിലങ്ങളിൽ വിളയിച്ചിരുന്ന വിഭവങ്ങൾ തന്നെയായിരുന്നു വിഷുക്കണിക്ക് വേണ്ടി ഒരുക്കിയിരുന്നതെങ്കിൽ ഇന്ന് എല്ലാവർക്കും അതിനുള്ള സൗകര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ തലസ്ഥാന ജില്ലയിലടക്കം തിരുവനന്തപുരം നഗരത്തിലടക്കം ഈ കാർഷിക വിളകൾ ഇത് വിളയിച്ചെടുക്കുന്ന മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തും ചാലയിലുമൊക്കെ എത്തിച്ച് ആളുകൾക്ക് വാങ്ങുന്നതിനുള്ള സൗകര്യം സജ്ജമാക്കിയിരിക്കുകയാണ്. എല്ലാ വിളകളും ഉണ്ട് എന്നതാണ് പ്രത്യേകത. ആളുകളൊക്കെ അവസാനമായി അത് വാങ്ങിക്കൊണ്ട് പോകാൻ എല്ലാം മേടിച്ചോ? എല്ലാ തവണ ഇങ്ങനെയാണോ? എല്ലാ തവണയും ഇത് തന്നെയാണോ? അതെ അതെ അതെ, എല്ലാ വിഭവങ്ങളും ഉണ്ട്. ഉണ്ട്. വില കൂടിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ഈ നോർമലി ഉള്ള വില തന്നെയാണ്. അതെ അതെ അതെ. അപ്പോൾ ഹാപ്പി താങ്ക് യു. ഓക്കെ. അപ്പോൾ ഈ അവസാനമായി വന്ന് ഈ സാധനങ്ങളൊക്കെ ഈ വിളകളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ആളുകൾ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും എത്തുന്നുണ്ട്. മുമ്പത്തേതുപോലെ വിളകൾ ചെറിയ വിലയ്ക്കല്ല, അല്പം വില കൂടിയിട്ടുണ്ടെന്നാണ് നമുക്ക് കച്ചവടക്കാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്ക് ഈ വ്യാപാരത്തിന് നേതൃത്വം കൊടുക്കുന്നവരോടുകൂടി ചോദിക്കണം. എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ എല്ലാ വർഷവും ഉള്ളതാണ്. വില എങ്ങനെയുണ്ട്? വില കുറച്ച് കഴിഞ്ഞ വർഷം കൂടി കൂടുതലാണ്. വെയിലല്ലേ, അതുകൊണ്ട്. വെള്ളരിയൊക്കെ എങ്ങനെ? വെള്ളരിക്ക് 50 രൂപ, മത്തനും കിലോ 50 രൂപ, 60 രൂപയൊക്കെ ആയിരുന്നു. പീസിനാ വില? ഒരു കിലോ വെച്ച് കിലോയ്ക്ക്. ചക്കയൊക്കെ എവിടെ കിട്ടി? 60 രൂപ 70 രൂപ ഓരോന്നനുസരിച്ചുള്ള വില. ഇത്രേ വിൽക്കുന്നുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് ആ വിഭവങ്ങളിലൂടെയൊക്കെ ഒന്ന് കാണാം. അതായത് കണിയൊരുക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചിരിക്കുന്ന വിളകളുണ്ട്. അതിൽ മാങ്ങയുണ്ട്, പടവലമുണ്ട്, അതോടൊപ്പം മറ്റ് പുഷ്പങ്ങളൊക്കെയുണ്ട്, താമര മുട്ടുകളുണ്ട്, പഴമുണ്ട്, കണിക്കൊന്നയുണ്ട്. അങ്ങനെ ഒരു വിഷു ആഘോഷിക്കാൻ എന്തൊക്കെ വേണോ, കണി ദർശനത്തിന് എന്തൊക്കെ വേണോ അത് മുഴുവൻ ആളുകൾക്ക് വേണ്ടി, അതായത് സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം പറമ്പിൽ നിന്ന് അത് വിളയിച്ചെടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് അത് മുഴുവൻ ലഭ്യമാക്കുന്ന സൗകര്യം തിരുവനന്തപുരത്തടക്കം നഗരത്തിന്റെ പല മേഖലകളിലും ഇപ്പോൾ ലഭ്യമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധനങ്ങൾക്കൊക്കെ കുറച്ച് വില കൂടിയിട്ടുണ്ട്, എങ്കിൽ പോലും കുഴപ്പമില്ല. വിഷു അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ ഇത്രയുമെങ്കിലും ആകുന്നുണ്ടല്ലോ എന്നൊരു വലിയ സന്തോഷത്തിലാണ് നഗരവാസികളും. എന്തായാലും എല്ലാവർക്കും ഹാപ്പി വിഷു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.